ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളായുള്ളത്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യതലസ്ഥാനത്തു നിന്നും നിർണായകമായ ഒട്ടേറെ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. അതിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഈ ബില്ല് കഴിഞ്ഞ ദിവസം തന്നെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഉച്ചയോടെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ബില്ല് അവതരണം മാറ്റിവെക്കുകയായിരുന്നു. ഇന്നെന്തായാലും ബില്ല് അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കാരണം ഈ രാജ്യത്ത് ഏറെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നതിനെതിരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിക്കൊണ്ടാണ് ഈ പുതിയ ബില്ല് എന്നുള്ളത്. റാം ജി എന്ന പേരിലാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. അതേസമയം ഈ പദ്ധതിയിൽ നിലവിൽ മുഴുവൻ തുകയും കേന്ദ്രം ആണ് സംസ്ഥാനങ്ങൾക്കായി നൽകുന്നത്. അത് മാറ്റിക്കൊണ്ട് 60:40, അതായത് 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കുന്ന രീതിയിലാണ് ഈ പുതിയ ബില്ല് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നത്. സമാനമായി മറ്റ് 2 ബില്ലുകൾ കൂടി ഇന്ന് ലോക്സഭയിൽ എത്തുന്നുണ്ട്. ഇത് പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിർണായകമാകും. ഇതോടൊപ്പം തന്നെ ഡൽഹിയിൽ വായുമലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. മലിനീകരണ തോത് 400-ന് മുകളിൽ തുടർച്ചയായി 5-ാം ദിവസവും എത്തിയിരിക്കുന്നു. ഇന്ന് മുതൽ സ്കൂളുകൾക്ക് 5-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾക്കും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മലിനീകരണവും കടുത്ത പുകമഞ്ഞും ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ശക്തമായി തുടരുന്നു. വ്യോമ ഗതാഗതത്തെയും റോഡ് ഗതാഗതത്തെയും പോലും അത് ബാധിക്കുന്ന സാഹചര്യവും തുടരുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നാഷണൽ ഹെറാൾഡ് കേസും കോടതി പരിഗണിക്കുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇന്ന് കോടതി ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറ്റപത്രം നിലനിൽക്കുമോ എന്നതിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് ഇന്ന് ഉത്തരവ് പറയുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED 6 മാസം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ തന്നെ EDയുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്കെതിരെ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.